ഒരാൾ മതേതര പക്ഷത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ BJP ദുർബലപ്പെടുത്താൻ സഹായിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. BJP ദുർബലപ്പെടുത്തുന്ന ഏത് കാര്യം കാണുമ്പോഴും സന്തോഷമാണ്. മറ്റൊന്നൊരു പാർട്ടി മാറുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആശയത്തിൽ അദ്ദേഹത്തിന് വലിയ മാറ്റം ഉണ്ടായി. കാരണം നേരത്തെ തന്നെ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പോലും BJPയിൽ നിന്ന് ഉപരോധം നേരിട്ടെന്ന് അദ്ദേഹം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ മാറ്റം ഉണ്ടായി. അതിൻ്റെ പൂർണ്ണതയിൽ ഇപ്പോൾ അദ്ദേഹം എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഇതിനോടൊപ്പം വെക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ എങ്ങനെ പുറത്തു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചോദ്യം. അത് വലിയ സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയം നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിൽ വലിയ ഒത്തുതീർപ്പുകളുണ്ട്. ഇതിൽ മാത്രമല്ല, കൊടകര കുഴൽപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കേസുകളിലും ഒത്തുതീർപ്പുണ്ടെന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കാറുണ്ട്, ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ BJPക്ക് അകത്ത് ഉണ്ടായിരുന്ന ഒരാൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് BJP പ്രവർത്തകരെയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രവർത്തകരെയും ഒക്കെ ഈ BJPയുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ ചർച്ച ഉണ്ടാക്കാൻ സഹായകരമാക്കും എന്ന നല്ല വിശ്വാസം ഞങ്ങൾക്ക്. വലിയ രാഷ്ട്രീയ വൈര്യം കാത്തുസൂക്ഷിച്ചവരാണ് ഇപ്പോൾ ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെയും പ്രചാരകരിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. ഈ ഭവർ മെഗ്നേഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, RSS വിട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ അവർ കാറ്റും വെളിച്ചവും കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടാവുകയാണ്. ആ ഒരു കാറ്റും വെളിച്ചമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു, അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ PK ഫിറോസാണ് നമ്മൾ പറഞ്ഞത്.